അമ്മച്ചി സലോമി എന്നെ വിളിച്ചു, ഹലോ എന്ന് പറഞ്ഞു. എന്നിട്ടൊരു കരച്ചിലാണ് കേട്ടത്. എന്താ ഉണ്ടായത്? സലോമിയോട് അവള് കിടപ്പാ മോനെ, ഒന്നും കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല. എന്താ കാര്യമെന്ന് പറ. അവളുടെ ജർമ്മനി പോക്ക് മുടങ്ങി. അയ്യോ, വിസയ്ക്ക് ഒരു 3 ലക്ഷം രൂപ കൂടി കൊടുക്കാനുണ്ടായിരുന്നു. ഈ വീട് സ്ഥലവും ബാങ്കിൽ പണയം വെക്കാന്നാണ് വിചാരിച്ചത്. എന്നിട്ട് ആധാരം ബാങ്കുകാരെ കാണിച്ചപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. സലോമിയുടെ അപ്പച്ചൻ്റെ ഒരു പെങ്ങള് കന്യാസ്ത്രീയാ, ഇറ്റലിയിൽ. സ്വത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ അവരുടെ ഒപ്പില്ലാതെ ബാങ്കുകാർ പണം തരില്ല. എന്നിട്ട് ഇറ്റലി വിളിച്ചില്ലേ? വിളിച്ചു. അവൾ വന്ന് ഒപ്പിടാമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ വരാൻ 1 മാസം കഴിയും. അവിടെ പോപ്പിൻ്റെ ഒരു വലിയ സമ്മേളനം നടക്കുക അത്രേ. അപ്പോഴേക്കും വിസയുടെ കാലാവധി തീരും. 3 ലക്ഷം വേണമല്ലേ? മോൻ വ്യാകുലപ്പെടുവൊന്നും വേണ്ട. കർത്താവ് കനിഞ്ഞില്ല എന്ന് വിചാരിച്ചാൽ മതി. സലോമി കരയാതിരിക്കുക. അവൻ എളുപ്പത്തിൽ കിട്ടുന്ന വിഷയമൊന്നുമില്ലല്ലോ, അത് കളയാൻ പാടില്ല. ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോ. അമ്മച്ചി വിളിച്ചെഴുന്നേപ്പിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അസുഖമൊന്നും വരുത്തി വെക്കണ്ട. അവനെ ഒന്ന് തന്നെ. എന്താ പക്ഷേ നമുക്കൊരു കൂട്ടപ്രാർത്ഥന നടത്തിയാലോ? അന്നത്തെ പ്രാർത്ഥനയെ അത് വർക്കൗട്ട് ആയിട്ടില്ല. ഞാനൊന്ന് പോയിട്ട് വരാം. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണുള്ള പ്രാർത്ഥന. എൻ്റെ പ്രകാശ, നീ വല്ല ചാനലും കയറി കോമഡി ഷോയ്ക്ക്. ഉറപ്പാ നിൻ്റെ ഈ കോമഡി ആയിട്ട് ജനം ചിരിച്ച് മരിക്കും. അനിതേ, അമ്മയെ വിളിക്ക്. നല്ല കോമഡി ആക്കണമെങ്കിൽ വരാൻ പറ. ഇവിടെ ഒരാളെ ജർമ്മനി പോകുന്നു. എന്താ പ്രതിഭ? അമ്മ ദൈവം ജർമ്മനിക്ക് പോകുന്നു, നഴ്സിൻ്റെ പണിക്ക്. വിസയ്ക്ക് 3 ലക്ഷം രൂപ വേണോ അത്രേ. ഈശ്വരാ, നീ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കാതെ. നിനക്ക് എന്തു പറ്റി പ്രകാശ? തമാശ അല്ലമ്മേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇത്രയും കാലായി, നീ ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ പണിയെടുത്തോ? പിന്നെ ജർമ്മനി. അമ്മ ഇവിടെ നക്കാപ്പിച്ച ശമ്പളമേ കിട്ടുള്ളൂ. എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ സമരം ചെയ്യണം. അപ്പോൾ ആശുപത്രിക്കാരെ ഗുണ്ടകൾ വന്ന് മുട്ടുകാർ തല്ലി ഓടിക്കും. ഞാൻ 4 കാലം എഴുതാൻ അമ്മയ്ക്ക് കാണണം. നീ 2 കാലം നടന്നിട്ട് വല്ല ഗുണമുണ്ടോ? 4 കാലം ഒരു ചേഞ്ച് അല്ലടാ. ഒന്നിലും പണ്ടേ സംസ്കാരമില്ല. എടാ, ബൈക്ക് വിറ്റാലും പിന്നെ വേണ്ട പണം. കിട്ടുന്നതാവട്ടെ. എടാ, നിന്റെ അളിയനെ ദുബായ് ഡ്യൂട്ടി ഫ്രീന്ന് 6 കോടി ലോട്ടറി അടിച്ചില്ലേ? ഈ 3 ലക്ഷം അയാൾക്കൊരു പ്രശ്നമാണോ? 10 പൈസ കിട്ടില്ല. അയാൾ അല്പന. ലോട്ടറി അടിച്ചപ്പോൾ തന്നെ ഡ്രൈവർ ജോലി വേണ്ടെന്ന് വെച്ചില്ലേ? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പറ. എന്തെങ്കിലും ഈട് കൊടുക്കണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? എടാ, നമ്മുടെ ആ മാവുങ്കല കേശവനേരല്ലേ, ആ, പുള്ളി തരും. പക്ഷെ കൃത്യമായിട്ട് പലിശ കൊടുക്കേണ്ടി വരും. അത് പ്രശ്നമില്ല. അതെ, കൊടുക്കാൻ തീരുമാനിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ഈട് കൊടുക്കാൻ വീടും സ്ഥലമൊക്കെ കൂട്ടുസ്വത്താ. അമ്മയത് തരില്ല. പക്ഷേ